2026 റെസൊല്യൂഷനായിരുന്നു ട്രൈ ന്യൂ തിങ്സ്. അതിൽ ഫസ്റ്റ് വണ്ണായിരുന്നു എ ട്രിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ വാസ് കുളുക്കുമലൈ. 70th നൈറ്റ് 12 മണിക്ക് ആലുവയിലായിരുന്നു പിക്കപ്പ് പോയിന്റ്. വെൻ ഐ എൻറ്റർഡ് ദ ബസ് ഫുൾ ഓഫ് സ്ട്രേഞ്ചേഴ്സ്, ദ ഫസ്റ്റ് തോട്ട് ഇൻ മൈ ഹെഡ് വാസ് ഇറങ്ങി ഓടിയാലോ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ആൻഡ് ഷീസ് ഗുഡ് അറ്റ് സിംഗിങ്. ഒന്ന് കേട്ടു നോക്കിക്കേ. ദെൻ മോർണിംഗ് ഗ്യാപ്പ് റോഡിൽ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ക്ലൈമറ്റ് നല്ല വെയിലായിരുന്നു. ഈ ഒരു ട്രീ എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് ഓൾ അലോൺ ദെയർ ആൻഡ് ഗ്രോയിങ് സ്ലോലി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ഐറ്റ്നറിയിലെ ഫസ്റ്റ് പോയിന്റ് വാസ് എ ഹിഡൻ വാട്ടർഫോൾ ആൻഡ് അങ്ങോട്ടേക്ക് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെയധികം കുറവായിരുന്നു. ആൻഡ് ഇതായിരുന്നു കുഞ്ഞു വാട്ടർഫോൾ. പിന്നെ എല്ലാവരും അവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു. ഇത് കണ്ടോ, ഇത് അവിടെ ഉണ്ടായ ഒരു കുഞ്ഞു ക്ഷേത്രമാണ്. പ്രതിഷ്ഠ ഏതാണെന്നൊന്നും മനസ്സിലായൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളൊരു ജീപ്പിലാണ് ഞങ്ങളുടെ സ്റ്റേയിലോട്ട് പോയത് ആൻഡ് ഇറ്റ് വാസ് ഫൺ. ജീപ്പ് ചെന്നെടുത്തത് ഒരു മൊട്ടക്കുന്നിലേക്കാണ് ആൻഡ് ദ വ്യൂ വാസ് പണ്ടത്തെ നമ്മുടെ സിസ്റ്റത്തിലെ വാൾപേപ്പറൊക്കെ ഇല്ലേ, അതുപോലത്തെ. അവിടെ നിന്ന് കുറച്ചുകൂടി നടക്കാനുണ്ടായിരുന്നു സ്റ്റേയിലോട്ട്. ആദ്യം ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ആ ലഞ്ച് കഴിക്കാനിരുന്ന സ്പോട്ടിലെ വ്യൂവും അടിപൊളിയായിരുന്നു. ടെൻസും എ ഫ്രെയിംസും അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ എ ഫ്രെയിമായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഇതായിരുന്നു അവിടെ നിന്നുള്ള ഒരു വ്യൂ. ദെൻ വി വെൻറ്റ് ടു വാച്ച് സൺസെറ്റ്. പങ്ക്ച്വാലിറ്റി നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ എത്തിയായിരുന്നു. സണ്ണിൻ്റെ വഴിക്ക് പോയായിരുന്നു. ഇത് പെടലി, ആളൊരു സിംഗർ ആൻഡ് ഗിറ്റാറിസ്റ്റ് ആണ്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. ദെൻ ഞങ്ങൾ ഡിന്നർ കഴിച്ചു. അതിനുശേഷം ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, കുറച്ച് ഗെയിംസും ടാസ്കൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സ്റ്റാർ ഗേസിങ്ങിന് പോയി. പൊല്യൂഷൻ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ സ്റ്റാർസിനെ കണ്ടു, ഷൂട്ടിംഗ് സ്റ്റാർസിനെ കണ്ടു, കുറേ മിന്നാമിനികളെയൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ഡേ എൻഡ് ചെയ്തു. അപ്പോൾ പാർട്ട് 2 കാണാം. ബൈ ബൈ.